ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഡിസംബർ 8-ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്ന തീയതി തീരുമാനിച്ചത്. 7 വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കേസ് വിധി പറയാൻ പോകുന്നത്. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് 8-ാം പ്രതി. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് വിപിൻ, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കേസാണ് ഇവിടെ വിചാരണ കോടതി വിധി പറയാൻ പോകുന്നത്. ആ നിലയിൽ വലിയ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന ആ കേസിന്റെ വിധിന്യായം അത് വരികയാണ് ഡിസംബർ 8-ന്. ഏതാണ്ട് 7-7.5 വർഷം നീണ്ട വിചാരണ, നാടകീയ സംഭവങ്ങളിലൂടെ കടന്നുപോയ കേസ്. എന്താണ് ഇന്ന് വിചാരണ കോടതിയിൽ ഉണ്ടായത്? ഈ കേസിന്റെ തീയതി, വിധി പറയുന്ന തീയതി മാത്രം പറഞ്ഞ് കോടതി പിരിയുകയായിരുന്നു. അതെ വിജയകുമാർ, ഏറെ കോലിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിന്റെ വിധി ഡിസംബർ 8 ആയിരിക്കും എന്നുള്ളതാണ് ഇന്നിപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് 8-ാം തീയതി ആകും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇതിനു മുൻപ് തന്നെ പലതവണ, ഈ ഒരു മാസത്തിൽ തന്നെ ഒരു 4 തവണ ഈ കേസ് പരിഗണിച്ചിരുന്നു. ആ സമയത്തെല്ലാം തന്നെ പ്രോസിക്യൂഷനോട് ചില സംശയങ്ങൾ ചോദിക്കുകയും അത് ദൂരീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു അന്തിമ വിധി അത് 8-ാം തീയതി ഉണ്ടാകും എന്നുള്ളത് ഹണിയം വർഗീസിന്റെ ബെഞ്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2017 ഫെബ്രുവരി 17-നാണ് നടിയെ ആക്രമിച്ച ഈ സംഭവം ഉണ്ടാകുന്നത്. അതിലെ 1-ാമത്തെ പ്രതി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഡ്രൈവറായിരുന്ന സുനിൽ കുമാർ എന്ന പൾസർ സുനിയാകുന്നു. ഈ പൾസർ സുനിയെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു. പൾസർ സുനിയിലും കൂട്ടാളികളിലും മാത്രം ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ അന്വേഷണം പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഡ്രൈവർക്ക് മാത്രം ഒരു നടിയോട് ഇത്ര വലിയ ഒരു വൈരാഗ്യം വരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ ആദ്യമുണ്ടായത്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പിന്നീട് എത്തി നിൽക്കുന്നത് നടൻ ദിലീപ് ഇതിൽ ഗൂഢാലോചന നടത്തി, ഈ കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചന നടത്തിയത് നടൻ ദിലീപാണ് എന്നുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലായിരുന്നു. അങ്ങനെയാണ് 2017 ജൂലൈയിൽ ദിലീപ് അറസ്റ്റിലാകുന്നത്. പിന്നീട് ജാമ്യം കിട്ടുന്നത് 85 ദിവസങ്ങൾക്ക് ശേഷമാണ്. പിന്നീട് ഈ കേസുമായി നമ്മൾ കണ്ടത് അതിന്റെ സകല മാനങ്ങളും മാറുകയായിരുന്നു. പിന്നീട് ഈ കേസിനെ പിന്നീട് ഒരു സിനിമയേക്കാൾ വലിയ ട്വിസ്റ്റുകളായിരുന്നു ഓരോ ഘട്ടത്തിലും ഈ നടിയെ ആക്രമിച്ച കേസിൽ കാണാൻ കഴിഞ്ഞത്. അത് സുപ്രീം കോടതി വരെ ചെന്നിട്ടുള്ള നിയമവ്യവഹാരങ്ങൾ പലതവണ ഉണ്ടായി. ഹൈക്കോടതിയിൽ പലതവണ ഈ അതിജീവിത നേരിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഹർജികൾ നൽകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മെമ്മറി കാർഡായിരുന്നു. മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു അത് കണ്ടു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെ പ്രത്യേകമായി അന്വേഷിക്കണം എന്നുള്ളതുമായിരുന്നു ആവശ്യം. ആദ്യഘട്ടത്തിൽ കുറച്ച് തണുത്തുപോയിരുന്ന വിചാരണ പിന്നീട് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോട് കൂടിയാണ് വീണ്ടും ശക്തമാകുന്നത്. ആ വെളിപ്പെടുത്തൽ ദിലീപ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു മെമ്മറി കാർഡിന്റെ, അതായത് ഈ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വീട്ടിലിരുന്ന് അതിന്റെ പകർപ്പ് ദിലീപിന്റെ കൈവശമുണ്ട് എന്നും അത് വീട്ടിലിരുന്ന് കണ്ടു എന്നുള്ളതുമായിരുന്നു പ്രധാനമായും ആ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നത്. പൾസർ സുനിയുമായി വളരെ അടുത്ത ബന്ധം, സിനിമാ മേഖലയ്ക്കപ്പുറം വളരെ അടുത്ത ബന്ധം ദിലീപിനുണ്ടായിരുന്നു. ഈ കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് തുടങ്ങിയിട്ടുള്ള വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെയുള്ളവ ബാലചന്ദ്രകുമാർ പുറത്തുവിടുന്നു. ഇതിൽ പ്രത്യേകമായി തന്നെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഈ അതിജീവിത ഹൈക്കോടതിയിൽ എത്തുകയും ഇതിന്റെ അന്വേഷണം വീണ്ടും ഒരു FIR ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയുമായിരുന്നു. ഇപ്പോൾ ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് നേരിട്ട് ഈ അങ്കമാലിയിൽ നടന്നിട്ടുള്ള ആ ഒരു ക്രൂരകൃത്യത്തിൽ നേരിട്ട് പങ്ക് ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റുള്ളവർ ഗൂഢാലോചനയിലായിരുന്നു. 3 പോലീസുകാർ ഇതിൽ മാപ്പ് സാക്ഷികളാക്കിയും മാറ്റിയിട്ടുണ്ട്. ഏകദേശം 1600ഓളം രേഖകൾ പരിശോധിച്ചു. 261 ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2020 വിചാരണ ആരംഭിച്ചത്. ഏകദേശം 2018 മുതൽ തന്നെ 7.5 വർഷം നീണ്ടു നിൽക്കുന്ന വിചാരണ കാലയളവിൽ സംഭവ ബഹുലമായിരുന്നു. അത് ഒരു കുറ്റകൃത്യം, അതിന്റെ ശിക്ഷ, അതിന്റെ വിധി എന്നുള്ളതിന് അപ്പുറമായി വിജയകുമാർ ഒരു സിനിമാ മേഖലയിൽ തന്നെ മാറ്റുന്ന സമൂഹത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട കുറെ കാര്യങ്ങൾ അതിൽ സംഭവിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കുന്നു. പിന്നീട് അമ്മയിലുണ്ടായ വിവാദങ്ങൾ, WCCയുടെ പിറവി തുടങ്ങിയിട്ടുള്ള പല മാറ്റങ്ങൾക്കും ഈ ഒരു കേസ് ഇടവരുത്തി എന്നുള്ളതാണ്. ഈ അതിജീവിത തന്നെ പിന്നീട് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി മുന്നോട്ട് വരികയും അവർ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ ഒരു വിചാരണ കാലയളവിൽ താൻ അനുഭവിച്ചിട്ടുള്ള ഒരു ട്രോമ, അതൊക്കെ അവർ വളരെ വേദനയോടുകൂടി തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ 2018 ഇതിന്റെ ഒരു വിചാരണ കാലയളവിന്റെ തുടക്കത്തിൽ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ്
ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചതാണ്. പക്ഷേ അന്ന് അത് തള്ളുകയായിരുന്നു. നമുക്ക് ഈ കേസിലെ പ്രതികൾ ആരൊക്കെയാണ് എന്നുള്ളതൊന്ന് കൃത്യമായി തന്നെ നോക്കേണ്ടതുണ്ട്. ഒന്നാം പ്രതി പൾസർ സുനി, 2 മാർട്ടിൻ ആന്റണി, 3 മണികണ്ഠൻ, 4 വിജീഷ്, 5 സലീം എന്ന വടിവാൾ സലീം, 6 പ്രതി. ഇവരാണ് ഈ 6 പേരാണ് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. മറ്റുള്ള 7 ചാർലി തോമസ് ഈ പ്രതികളെ പിന്നീട് ഒളിവിൽ പോവാൻ സഹായിച്ചു. 8 ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ ഗൂഢാലോചന നടത്തി. 9 സനിൽകുമാർ, പിന്നീട് 15 ശരത് ജി നായർ. അങ്ങനെ 10 പേരുടെ അന്തിമ വിധിയാണ് ഇനിയിപ്പോൾ ഈ 8-ാം തീയതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് പ്രസ്താവിക്കാൻ പോകുന്നത്. വിജയകുമാർ. യെസ്, മലയാള സിനിമയിൽ മുഖ്യധാരയിൽ ഒരു നടൻ ഉൾപ്പെട്ടു എന്നത് മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ക്രൈം റെക്കോർഡ്സിൽ ഈ ബലാത്സംഗത്തിന്, റേപ്പിന് കൊട്ടേഷൻ നൽകുക എന്നൊരു കേസ് നമ്മുടെ ഇന്ത്യയുടെ ക്രൈം റെക്കോർഡ്സിലുണ്ടോ എന്ന് പോലും അറിയില്ല. അത്തരത്തിൽ ഉള്ള ഒരു കേസാണ്. അതിൻ്റെ വിധിയാണ് വിചാരണ കോടതി പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു വിധി തന്നെയായിരിക്കും അത് വരാനിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലൊക്കെ അത് പിന്നീട് പഠന വിഷയമാകാനൊക്കെ പോകുന്ന തരത്തിലുള്ള പ്രത്യേകത ഈ കേസിനുണ്ട്. ഇതിൻ്റെ അന്വേഷണ രീതിക്കുണ്ടായിരുന്നു. ഇതിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കൊക്കെ ഉണ്ട്. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അതിജീവിത പരാതി നൽകുന്ന അവസ്ഥ, ജുഡീഷ്യറിയെ തന്നെ സമീപിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ പലവട്ടം കണ്ടതാണ്. അങ്ങേയറ്റം നാടകീയമായിരുന്നു ഈ കേസിൻ്റെ വിചാരണ കാലയളവ്. ആകെ സംസ്ഥാനത്ത് ഏറെ കൊള്ളിളക്കമുണ്ടാക്കിയ ഒരു സംഭവത്തിലാണ് വിചാരണ കോടതി വിധി പറയാൻ പോകുന്നത്. നാടകീയതകളും വിവാദങ്ങളും വിട്ടൊഴിയാത്ത ആ സങ്കീർണമായ കേസിന്റെ നാൾ വഴികളിലേക്ക്. 2017 ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടു. ആ വാർത്തയറിഞ്ഞ് കേരളം ഞെട്ടിത്തരിച്ചു. ഫെബ്രുവരി 23 കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായി. ആദ്യഘട്ടത്തിൽ പ്രതിചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 10 അറസ്റ്റ് ചെയ്തു. പിന്നാലെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കി. 85 ദിവസത്തിനു ശേഷം 2017 ഒക്ടോബർ 3 8-ാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചു. ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെ കേസിലാകെ 9 പ്രതികൾ. നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2018 മാർച്ച് 8 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 2018 ജൂണിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. സാക്ഷിവിസ്താരം പൂർത്തിയായത് 4.5 വർഷം കൊണ്ട്. ആകെ വിസ്തരിച്ചത് 261 സാക്ഷികളെ. ഹാജരാക്കിയത് 1600 രേഖകൾ. സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് കേസിലുടനീളം കണ്ടത്. 2021 ഡിസംബർ 25 ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചത്. ആദ്യം ദിലീപിനെതിരെ മൊഴി നൽകിയ ചില താരങ്ങൾ പിന്നീട് മൊഴി മാറ്റിയത്. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അതിജീവിത രംഗത്തു വന്നത്. സത്യസന്ധമായ നടപടികൾക്ക് വേണ്ടി അതിജീവിതയ്ക്ക് രാഷ്ട്രപതിയെ വരെ സമീപിക്കേണ്ടി വന്നു. ഡിസംബർ 11 കേസിലെ അന്തിമവാദം ആരംഭിച്ചു. 2025 ഏപ്രിൽ 7 CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി. 2025 ഏപ്രിൽ 9 പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. തുടർന്ന് പ്രോസിക്യൂഷന്റെ മറുപടി വാദവും പൂർത്തിയായി. ഏറെ ചർച്ചയായ ഈ കേസ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയുടെ പിറവിക്കും ഇടയാക്കി. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു. കേരളത്തിലെ സ്ത്രീ സുരക്ഷയെപ്പറ്റിയും സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഈ കേസ് വഴിവെച്ചു. റിസർച്ച് ഡെസ്ക് 24. ഇനി നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള UDFന്റെ രാഷ്ട്രീയ സഹകരണം സ്ഥിരീകരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും. വെൽഫെയർ പാർട്ടി UDFന്റെ സഖ്യകക്ഷിയല്ല, എന്നാൽ പ്രാദേശിക നീക്കുപോക്കുണ്ടെന്ന് 24ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിലുള്ള ധാരണയും നീക്കുപോക്കും ശരിവെക്കുകയാണ് UDF നേതാക്കൾ. വെൽഫെയർ പാർട്ടി UDFന്റെ സഖ്യകക്ഷിയല്ലെന്നും പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണെന്നും ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ 24നോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തയ്യാറായിട്ടില്ല. മുന്നണി ഭാഗമൊന്നുമല്ല. പ്രാദേശിക തലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണല്ലോ. ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വല്ല നീക്കുപോക്കുകളും ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. നേരത്തെ LDFനെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നുവെന്നേ ഉള്ളൂവെന്നും സാദിഖ് അലി തങ്ങൾ വിശദീകരിച്ചു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിലും UDFനുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല, അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ UDFന്റെ സ്ഥലങ്ങളിൽ അവരുമൊക്കെയായിട്ട് ധാരണയൊക്കെ താഴെ തട്ടി. ആ പിന്തുണ ഞങ്ങൾ നിരസിച്ചിട്ടില്ല, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഖാസിയാകാൻ യോഗ്യതയില്ലെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ പരോക്ഷ വിമർശനത്തിന് ഇതാദ്യമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ മറുപടി പറഞ്ഞു. തന്നെ ഖാസിയാക്കിയത് സമുദായ നേതൃത്വമാണെന്നായിരുന്നു പ്രതികരണം. ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനത് അത്ര മനസ്സിലേക്ക് കൊടുക്കാറില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഓരോരോ സമയത്ത് അവരുടെ ചില മനോനിലക്കനുസരിച്ച് പറയുന്നതാകും. വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് സമുദായ നേതൃത്വം. അപ്പോൾ അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു. എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഗ്യതയിൽ എത്ര ആളുകളുണ്ട്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലവിലെ ലീഗ് MLA-മാരിൽ പലർക്കും സീറ്റുണ്ടാകില്ലെന്നും സാദിഖ് അലി തങ്ങൾ 24നോട് പറഞ്ഞു. ആളുകളുടെ പെർഫോമൻസും ജനങ്ങളുള്ള ബന്ധമൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്ഥാനാർത്ഥികളെ വെക്കുക. അപ്പോൾ പലർക്കും ചിലപ്പോൾ പോകേണ്ടി വരും. നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ചുള്ള ലീഗിന്റെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ. കോൺഗ്രസിന് ഇപ്പോഴും കൂട്ടായ നേതൃത്വമുണ്ട്, അത് ശരി തന്നെയാണ്. അതേ അവസരത്തിൽ ഒന്നുകൂടി ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം എന്ന് ഹൈക്കമാൻഡിനോട് ഞങ്ങൾ പലപ്പോഴും നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ അവരെടുക്കുമായിരിക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് 24 ഫോർ ദ പീപ്പിളിൽ കാണാം. ഇത് സംസ്ഥയിലൊക്കെ പ്രവർത്തിക്കുന്ന 1-2 ആൾക്കാരാണ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ മാറ്റം വേണമോ? സിൻഡിക്കിന്റെ അഭിപ്രായം എന്താണ്? അവർ UDFിലേക്ക് വരുന്നാൽ കുഴപ്പമില്ല എന്നാണോ? കോൺഗ്രസ് ശക്തിപ്പെടണം എന്നുള്ള ആ ഒരു ആശയമാണ് ഇപ്പോൾ അവർ പലരും ഉന്നയിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ആദ്യമായി മറുപടി പറയുന്നു. സമസ്തയ്ക്കകത്തൊരു ലീഗ് വിരുദ്ധ വിഭാഗം ശക്തിപ്പെടുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ലീഗിന്റെ നേതൃപദവിയിൽ നിന്നും അത്തരം ഒരു വിഭാഗീയത സംസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല. ന്യൂസ് ഡെസ്ക് 24. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസ് സംഘത്തിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ നഗരസഭാ സ്ഥാനാർത്ഥി ഉൾപ്പെടെ 2 DYFI നേതാക്കൾക്ക് 20 വർഷം തടവ്. DYFI ജില്ലാ കമ്മിറ്റി അംഗം VK നിഷാദ്, പയ്യന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TCV നന്ദകുമാർ എന്നിവർക്കാണ് ശിക്ഷ. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് VK നിഷാദ്. കൊലപാതക ശ്രമം, സ്ഫോടക വസ്തു സൂക്ഷിക്കൽ, സ്ഫോടക വസ്തു എറിയൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്ക് 20 വർഷം തടവും 2.5 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചത്. ശിക്ഷ ഒന്നിച്ച് 10 വർഷം അനുഭവിച്ചാൽ മതിയാകും. ഇരുവരും കൊലപാതക കേസിലടക്കം നേരത്തെ പ്രതികളായതിനാൽ ശിക്ഷയിൽ ഇളവ് നൽകാനാകില്ലെന്ന് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കി. MSF നേതാവ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ അന്നത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ ഭാഗമായായിരുന്നു ബോംബേറ്. പയ്യന്നൂർ SI ആയിരുന്ന KP രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സഞ്ചരിച്ച വാഹനത്തിനു നേരെയായിരുന്നു ബൈക്കിലെത്തിയ 4-അംഗ സംഘം ബോംബെറിഞ്ഞത്. പയ്യന്നൂർ നഗരസഭ 46-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി കൂടിയാണ് V നിഷാദ്. മത്സരിക്കാൻ തടസ്സമില്ലെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ നിഷാദ് അയോഗ്യനാകും. കണ്ണൂർ ജില്ലാ ജയിലിലേക്ക് മാറ്റിയ പ്രതികൾക്ക് കോടതിക്ക് മുന്നിൽ വെച്ച DYFI പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി അഭിവാദ്യമർപ്പിച്ചു. 24 കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മത്സര ചിത്രം തെളിഞ്ഞിട്ടും പലയിടത്തും മുന്നണികളിലെ അസ്വസ്ഥതകൾ മാറുന്നില്ല. പലയിടത്തും വിമതശല്യം ഒഴിഞ്ഞിട്ടുമില്ല. സീറ്റ് ലഭിച്ചില്ല എന്നാരോപിച്ച് നേതാക്കളുടെ രാജിയും തുടരുകയാണ്. വിമതർക്കെതിരെ കർശന നടപടിയുണ്ടാകും എന്നാണ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചപ്പോൾ 35,000-ഓളം പേരാണ് മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. പടലപ്പിണക്കത്തെ തുടർന്ന് പത്രിക നൽകിയ നിരവധി പേർ പിന്മാറിയെങ്കിലും വിമതശല്യം പൂർണ്ണമായും ഒഴിയുന്നില്ല. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി അനിത അനീഷ് പ്രതികരിച്ചു. മുൻ MP രമ്യ ഹരിദാസിന്റെ മാതാവാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. മുന്നോട്ട് വെച്ച കാലം ഇനി പിന്നോട്ട് വെക്കുന്നില്ല. എനിക്ക് തോന്നി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ചരിത്രത്തിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കുന്നില്ല എന്ന്. പിന്നെ നമുക്കൊക്കെ സ്ഥാനം മേലേക്ക് കിട്ടിയില്ല എന്ന് വയ്ക്കും. നമുക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ മേലോട്ട് തരണ്ടേ, എന്നാലല്ലേ കിട്ടുള്ളൂ. കാസർഗോഡ് DCC അധ്യക്ഷൻ PK ഫൈസലിനെതിരെ ആരോപണമുന്നയിച്ച് വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു. 20 ലക്ഷം രൂപയ്ക്ക് സീറ്റ് വിറ്റെന്നാരോപിച്ച് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജസിനെതിരെ നഗരത്തിൽ പോസ്റ്ററുകൾ പതിച്ചു. വിമതർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് KPCC അച്ചടക്ക സമിതി ചെയർമാൻ
തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. പാർട്ടി അംഗത്വമുള്ള ആളുകൾക്കെതിരെയല്ലേ നടപടി പറ്റൂ? ചില ആളുകൾ ഇവിടെ അവർക്ക് പാർട്ടി അംഗത്വമൊന്നും ഉണ്ടാകില്ല, പക്ഷെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ അവരൊരു നോമിനേഷൻ കൊടുക്കും. അപ്പോൾ അവരെ പുറത്താക്കണമെന്നൊരിക്കൽ പാർട്ടി അംഗത്വം ഉണ്ടെങ്കിലേ നടക്കൂ. പാർട്ടി അംഗങ്ങൾ ഒരാൾ പോലും വിമതനായി നിൽക്കുന്ന പ്രശ്നമില്ല, നിന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നവുമില്ല. എറണാകുളത്ത് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി LC ജോർജ് നൽകിയ ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. തിരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് നിർദ്ദേശം. കണ്ണൂർ കോർപ്പറേഷനിൽ വിമതരായി രംഗത്തെത്തിയ രണ്ടുപേരെയും ഇവരെ പിന്തുണച്ചവരെയും മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. കൊച്ചി കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥിയായതോടെ വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സജി കബീറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോർപ്പറേഷനിലെ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് പാലാരിവട്ടം, ഗിരിനഗർ വാർഡുകളിലെ UDF വിമതർ. ഇതിനിടെ പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് BJP മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൊച്ചി കോർപ്പറേഷനിലെ കൌൺസിലറുമായ ശ്യാമള എസ് പ്രഭു പാർട്ടി വിട്ടു. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഏതായാലും മത്സരരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു, എനിക്ക് നല്ല ജനപിന്തുണയുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ സ്ഥാനാർത്ഥിക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീറിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. ജംഷീറിനെ തിരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് CPIM നീക്കി. സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്തു. സ്ഥാനാർത്ഥി K രമേശ് ബാബുവിന്റെ പരാതിയിൽ BJP കൌൺസിലർ ജയലക്ഷ്മി, ഗണേഷ് എന്നിവർക്കെതിരെയാണ് കേസ്. ന്യൂസ് ഡെസ്ക് 24. വയനാട് വൈത്തിരിയിൽ UDF സ്ഥാനാർത്ഥിയെ വോട്ട് ചോദിക്കുന്നതിൽ നിന്ന് വിലക്കി എന്ന LDF പ്രവർത്തകർക്കെതിരെ ആരോപണവുമായി കോൺഗ്രസ്. തളിമല തൈലക്കുന്ന് പ്രദേശത്താണ് ഇന്നലെ വോട്ട് ചോദിക്കാനെത്തിയ 7ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ശൈലജ മുരുകേശിനെയും UDF പ്രവർത്തകരെയും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ കയറി ഇറങ്ങാൻ പറ്റൂല. ഈ മിച്ചമുള്ള വീട്ടിൽ കയറണ്ട, ഞാനാ പറയുന്നത് കയറണ്ടെന്ന് പറഞ്ഞാൽ കയറണ്ട. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. തൈലക്കുന്ന മിച്ചഭൂമിയിൽ വോട്ട് ചോദിക്കാൻ എത്തിയതായിരുന്നു UDF സ്ഥാനാർത്ഥി ശൈലജ. തന്നെ ഒരു വിഭാഗം ആളുകൾ ചേർന്ന് തടഞ്ഞു എന്നാണ് പരാതി. കെ രാമചന്ദ്രൻ രണ്ടുപേരും കൂടെ വന്ന് ഞങ്ങൾ പുറകിൽ നിന്ന് തള്ളി മുന്നിലോട്ട് വന്നിട്ട് കൈ പിടിച്ചിട്ട് ഇവിടെ UDF വോട്ട് ചോദിക്കാൻ പാടില്ല, UDF ഇവിടെ കിടന്ന് നിരങ്ങാൻ പാടില്ല, വോട്ട് ചോദിക്കാൻ പാടില്ല എന്നുള്ള ഭീഷണി ഞങ്ങൾക്ക് നേരെ ഉണ്ടായത്. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിലാസിനി ഉൾപ്പെടെയുള്ളവരാണ് തടഞ്ഞത്. LDFന്റെ എല്ലാ പിന്തുണയും ഇല്ലാതെ ഒരു വ്യക്തി മാത്രം ഇങ്ങനെ വന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നില്ല. അപ്പം LDFന്റെ ആ പ്രദേശത്തുള്ള നേതാക്കളടക്കം ഇതിന് ഉത്തരവാദികളാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് നേരെയുള്ള ഭീഷണിക്കെതിരെ ഞങ്ങൾ എന്തായാലും പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈത്തിരി പോലീസിൽ പരാതി നൽകുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. 24 വയനാട്. അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമക്ഷേത്രത്തിന്റെ 191 അടി ഉയരമുള്ള ഗോപുരത്തിൽ പ്രധാനമന്ത്രി കാവി പതാക ഉയർത്തി. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിരുന്നു ചടങ്ങ്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായി ക്ഷേത്രഗോപുരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തി. 10 അടി ഉയരവും 20 അടി വീതിയുമുള്ള പതാക, സൂര്യാടയാളവും ഓം ചിഹ്നവും പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 190 അടി ഉയരത്തിലുള്ള ഗോപുരത്തിലാണ് പതാക ഉയർത്തിയത്. RSS മേധാവി മോഹൻ ഭഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS BJP നേതാക്കൾ, 108 ആചാര്യന്മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊടിമരം സ്വപ്നങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി. സിയാവർ രാമചന്ദ്ര കി जय श्री राम। संपूर्ण भारत, संपूर्ण विश्व राममय है। श्री राम परिवार का दिव्य प्रताप इस धर्म ध्वजा के रूप में इस दिव्यतम भव्यतम मंदिर में प्रतिष्ठापित हुआ है। അയോധ്യയിലെത്തിയ സാക്കേത് കോളേജിൽ നിന്നും അയോധ്യയിലേക്ക് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തി. സപ്തമന്ദിരത്തിലും ശേഷാവതാര ക്ഷേത്രത്തിലും മാതാ അന്നപൂർണാദേവി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തി. 5 വർഷവും
3 മാസവും കൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രധാന മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 2020 ക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടതും പ്രാണപ്രതിഷ്ഠ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. 24 ഡൽഹി. എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ എത്തിയ കരിമേഘ പടലങ്ങൾ ഇന്ത്യയിൽ നിന്നൊഴിയുന്നു. ചാരമേഘങ്ങൾ ചൈനയിലേക്ക് നീങ്ങുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഡൽഹിയിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമാണ് കരിമേഘ പടലം എത്തിയത്. 12,000 വർഷം നിർജീവാവസ്ഥയിലായിരുന്ന ശേഷമാണ് എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വതം കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനു പിന്നാലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന കട്ടിയുള്ള ചാരം ചെങ്കടൽ കടന്ന് വടക്കൻ അറബിക്കടലിലേക്ക് വ്യാപിച്ചു. ഹൈലി ഗുബി എന്ന് പറയുന്ന ഈ സ്ഥലം അഫാർ റീജിയൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തുള്ളതാണ്. ഇത് ഈ ഒരു വാൽക്കോനോ, ഇതൊരു ഷീൽ വാൽക്കോനോ ആയിരുന്നു. അതിന്റെ അടുത്ത് തന്നെ മറ്റുള്ള വാൽക്കോനോസ് ഉണ്ട്. അഫാർ റീജിയൻ വാൽക്കോനോസ് ഉള്ള ഒരു ഷീൽ വാൽക്കോനോസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ അധികം ആളുകൾ താമസിച്ചില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചതായിട്ട് അറിവില്ല. ചാരമേഘത്തിന്റെ കട്ടിയുള്ള ഭാഗങ്ങൾ രാജസ്ഥാനിലൂടെ ഇന്ത്യയിലെത്തി. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, UP എന്നിവിടങ്ങളിൽ പടർന്നു. അഗ്നിപർവ്വത ചാരം വിമാന എഞ്ചിനുകൾക്ക് ഗുരുതരമായ തകരാറുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ DGCA വിമാന കമ്പനികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ന് എയർ ഇന്ത്യയുടെ 4 സർവീസുകൾ റദ്ദാക്കി. കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്കടക്കമുള്ള സർവീസുകൾ മുടങ്ങിയിരുന്നു. മേഘങ്ങൾ ചൈനയിലേക്ക് നീങ്ങുന്നതായും വൈകിട്ട് 7:30 ചാരമേഘങ്ങൾ ഇന്ത്യയിൽ നിന്നും ഒഴിയുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചാരമേഘങ്ങൾ 2500 അടിക്ക് മുകളിലായതിനാൽ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വായു ഗുണനിലവാരത്തെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. കെനിയയിൽ നിന്ന് ഷെറി യോഹന്നാനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. സീസൺ ആരംഭിച്ചതിനു ശേഷം ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത് ഇന്നലെയായിരുന്നു. 1,17,369 തീർത്ഥാടകരാണ് ഇന്നലെ ഒരു ദിവസം മാത്രം ദർശനം നടത്തിയത്. ഇന്ന് ഉച്ചവരെ സന്നിധാനത്തെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 1,00,000 കടന്നു. തിരക്ക് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരക്കൂട്ടം വരെ രാവിലെ ക്യൂ നീണ്ടെങ്കിലും തീർത്ഥാടകർക്ക് സുഗമ ദർശനം സാധ്യമാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.